الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. الحديث الأول عن أمير المؤمنين أبي حفص عمر بن الخطاب رضي الله تعالى عنه قال: سمعت رسول الله صلى الله عليه وسلم يقول: إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله ومن كانت هجرته لدنيا يصيبها أو امرأة ينكحها فهجرته إلى ما هاجر إليه. رواه الإمام المحدثين أبو عبد الله محمد ابن إسماعيل ابن إبراهيم ابن المغيرة ابن بردسبة البخاري وأبو الحسين مسلم ابن الحجاج ابن مسلم القشيري النيسابوري. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അർബഊൻ നബവിയിൽ ആദ്യത്തെ ഹദീസായി ഇമാം നബവി റഹ്മഹുല്ലാഹ് ക്രോഡീകരിച്ചിട്ടുള്ളത്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന് എന്താ പറയാ? വെല്ലാട് പറയല്ല. പേരറിയില്ല. പേരറിയെങ്കിൽ പേര് വിളിച്ചു ചോദിക്കാൻ. മറ്റേ ഇവരുടെ ആര് നമ്മളെ തപ്പോന്റെ പേര് മിഷാൻ, റിയാസ് ഭായിയും ഇബ്രാഹിം ചോർത്തു. എല്ലാരും പറയും ക്ലാസ് പോകണം, ക്ലാസ് പോകണം, ക്ലാസ് പോകണം. ക്ലാസ് നടന്നാലോ അവരെ വീട്ടിൽ പോവുകയും ചെയ്യും. എന്താ ഹദീസിന് പറയാ? അതൊന്നും അറിയാത്തോണ്ട് സെൽഫി എന്ന് പറയാൻ കഴിയില്ല. എന്താ പറയാ? ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഖുദ്സിയായ ഹദീസ്. ഒരു ചുവരിലുണ്ടെങ്കിൽ അതിലേക്ക് അവരുടെ അടി കൊടുക്കുക. മുത്തഫഖുൻ അലൈഹി. നമ്മൾ അങ്ങനത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. മുത്തഫഖുൻ അലൈഹി. ഇപ്പൊ ഞാൻ ഉസ്താദും നിങ്ങളുടെ ശിഷ്യന്മാരുമാണ്. പ്രായത്തിൽ ചിലപ്പം റിസുവ എന്നെക്കാളും ചിലപ്പോൾ മൂത്ത് തന്നെ ആയിരിക്കും. മുത്തഫഖുൻ അലൈഹി. ഹദീസുകളുടെ കൂട്ടത്തിൽ അസ്വഹായ ഹദീസാണ്. ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഹദീസിന് അസ്വഹായ ഹദീസ് എന്ന് പറയാം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണുടച്ച് മുസ്ലിം ലോകം അത് സ്വീകരിക്കും. അതാണ് മുത്തഫഖുൻ അലൈഹി. ഹദീസുകളുടെ കൂട്ടത്തിൽ അസ്വഹായ, ഏറ്റവും സഹിഹായ ഹദീസ് ആയിരിക്കും ആ ഹദീസ്. ഈ കിതാബിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഭൂരിപക്ഷ ഹദീസുകളും അതിൽപ്പെട്ടതാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽപ്പെട്ടതാണ്. എന്തായിരിക്കും ഈ രണ്ട് ആൾക്കാരും റിപ്പോർട്ട് ചെയ്ത ഹദീസിന് അത്ര ഒരു പ്രാധാന്യം വരാൻ കാരണം? ഇവർ രണ്ടുപേരും ഹദീസ് സ്വീകരിക്കുന്ന വിഷയത്തിൽ കാണിച്ച കണിശത കൊണ്ടാണ്. അത്ര സൂക്ഷ്മതയുണ്ടായി. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഏകദേശം 10 ലക്ഷം ഹദീസ് മനഃപാഠമുള്ള ആളാണ്. 10 ലക്ഷം. അതിൽ ഏകദേശം ഒരു 7000-ഓളം ഹദീസുകളാണ് സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. 10 ലക്ഷത്തിൽ വെറും 7000-ഓളം ഹദീസുകൾ. എന്തുകൊണ്ടെന്നറിയോ? അദ്ദേഹത്തിന്റെ കണിശമായ ഉസൂല് കാരണത്താൽ
അത്രത്തോളം സൂക്ഷ്മതയോടെ പരിശോധിച്ച് ഈ ഹദീസ് ശരിയാണ് എന്ന് ഉറപ്പായും ബോധ്യപ്പെട്ടത് മാത്രമേ സഹീഹുൽ ബുഖാരിയിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളൂ. അദ്ദേഹം ഓരോ ഹദീസുകൾ സഹീഹുൽ ബുഖാരിയിൽ എഴുതി കഴിഞ്ഞ ഉടനെ 2 റക്അത്ത് നിസ്കരിക്കും, എന്നിട്ട് ദുആ ചെയ്യും. അങ്ങനെ 7000 ഹദീസ് എഴുതുമ്പോഴും ഈ 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എത്രായിരം നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ഒരു കണിശതയെ പറ്റി ഉലമാക്കൾ പറഞ്ഞതറിയും. സാധാരണ ഹദീസിന്റെ ഉലമാക്കൾ ഇപ്പം മടിക്കേരിയിലുള്ള ഒരു മുഹദ്ദിസ് ആരും ഷെയ്ഖ് റിസ്വാൻ, ഒരു മുഹദ്ദിസാണ്. അദ്ദേഹം ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യാണ്. ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് ഷെയ്ഖ് റിസ്വാനിൽ നിന്നും ഹദീസ് സ്വീകരിക്കുമ്പോൾ റിസ്വാന്റെ ഉസ്താദിനെ നോക്കും. ആരാണ് പറഞ്ഞു കൊടുത്തത്? ആര്? നമ്മുടെ സെക്രട്ടറി ഷെയ്ഖ് ശംസുദ്ദീൻ. അപ്പൊ എന്താ നോക്കാന്നറിയോ? മടിക്കേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരേ സമയത്ത് ഈ 2 പേരും ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ? ഇതാണ് ഇമാം മുസ്ലിം നോക്കുക. ഉണ്ടായിരുന്നെങ്കിൽ കേൾക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ ഇമാം ബുഖാരി എന്താ നോക്കാന്നറിയോ? ഷെയ്ഖ് റിസ്വാനെ ഷെയ്ഖ് ശംസു നേർക്ക് നേരെ കണ്ടിട്ടുണ്ടോന്ന് നോക്കും. സംഭവം മനസ്സിലായോ? ഇമാം മുസ്ലിമിന്റെ അടുത്ത് ഒരേ നാട്ടിൽ ഒരേ സമയത്ത് ജീവിച്ചാൽ മതി, സ്വീകരിക്കും ഹദീസ്. ഇമാം ബുഖാരി അങ്ങനെ സ്വീകരിക്കൂല. അവർ 2 പേരും പരസ്പരം കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നതിന് തെളിവ് കിട്ടണം എങ്കിലേ ഹദീസ് സ്വീകരിക്കുള്ളൂ. അങ്ങനെ സ്വീകരിക്കപ്പെട്ട ഹദീസാണ് സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ്. ഹദീസുകൾ വേണ്ടെന്ന് പറയുന്ന ടീംസില്ലേ, അവർക്ക് എന്താ പേര് പറയുന്ന നാട്ടില്? ഖുർആനിസ്റ്റ്. പേര് കേൾക്കുമ്പോ മാഷാ അല്ലാഹ് ഖുർആനിന്റെ ആൾക്കാർ എന്ന് തോന്നിപ്പോകും. പക്ഷെ അങ്ങനത്തെ ഒരു ടീം ഇല്ല ഇസ്ലാമിൽ. ഇസ്ലാമിലുള്ളത് അഹ്ലുൽ ഹദീസാണ്. കാരണം ഖുർആനെ മനസ്സിലാക്കേണ്ടത് ഹദീസ് വെച്ചിട്ടാണ്. അവര് സാധാരണക്കാർ പറഞ്ഞു പറ്റിക്കാൻ, അല്ലെങ്കിൽ സഹീഹുൽ ബുഖാരിയിൽ നിന്ന് ആളുകളെ അകറ്റാൻ വേണ്ടി പറയും. 10 ലക്ഷം ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പം ഓരോ ഹദീസിലും ഈ 2 റക്അത്ത് നിസ്കരിച്ചു എന്ന് പറയുമ്പം ഇമാം ബുഖാരിയുടെ പ്രായം എത്ര കൊല്ലം ജീവിച്ചു, 10 ലക്ഷം നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി എത്ര സമയം എടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. 10 ലക്ഷത്തിൽ നിസ്കരിച്ചിട്ടൊന്നുമില്ല. 7000 ഹദീസുകൾക്ക് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? നിസ്കരിച്ചിട്ടുള്ളൂ. അത് സാധിക്കൂലേ? അപ്പൊ ഈ 2 പേരുടെ പ്രത്യേകത അതാണ്. അവർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് മുഹദ്ദിസുകൾ ഏറ്റവും സുരക്ഷിതമായ ഹദീസായി സ്വീകരിക്കും. അപ്പൊ ഈ 1ാമത്തെ ഹദീസ് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. റിപ്പോർട്ട് ചെയ്യുന്നത് അബൂ ഹഫ്സ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അബൂ ഹഫ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹഫ്സിന്റെ ബാപ്പ, അതായത് കുഞ്ഞത്ത് എന്ന് പറയും അറബിയിൽ. മക്കളിലേക്കോ ഇഷ്ടപ്പെട്ട ആളുകളിലേക്കോ ഇഷ്ടപ്പെട്ട വസ്തുക്കളിലേക്കോ ഒക്കെ ആളുകളെ ചേർത്ത് വിളിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞത്ത് എന്താന്ന് വെച്ചാൽ അത് സലഫുകളായ ഉലമാക്കൾ മുസ്തഹബായി കണ്ടിട്ടുണ്ട്. പേര് വിളിക്കുന്നതിനേക്കാൾ അവർ നന്നായി കണ്ടത് മക്കളുടെ പേരിലേക്ക് ചേർത്ത് വിളിക്കലാണ്. ഉമ്മു അബ്ദില്ല, അബു അബ്ദില്ല എന്നൊക്കെ വിളിക്കുന്നത് പോലെ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഹഫ്സ് എന്ന് പേരുള്ള ഒരു മകനില്ല. പിന്നെന്തിനായിരിക്കും അങ്ങനെ വിളിച്ചിട്ടുണ്ടാവുക? അദ്ദേഹത്തിന് ആ വിളി ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് അബു ഹഫ്സ് എന്ന് വിളിച്ചു. പക്ഷെ ഒരു മകനുണ്ട്, എന്താ പേര്? ഹഫ്സ. എന്താണ് ഹഫ്സയുടെ പ്രത്യേകത? പറയാൻ മടിയായി. ഇപ്പൊ തെറ്റിപ്പോ വെച്ചിട്ട് തെറ്റിയാലും പിന്നെ കാര്യമുള്ളൂ. നിങ്ങൾക്ക് ശരിയായ പിന്നെ അനക്കെന്തൊരു സ്ഥാനം? നിങ്ങൾക്ക് തെറ്റണ്ടേ? കാരണം നമുക്ക് എന്തെങ്കിലും വിലയുള്ളൂ. എന്താണ്? സുഹൈദുകളുടെ ഭാര്യയാണ്, നമ്മളെ ഉമ്മയാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. പക്ഷെ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സയെ തലാഖ് ചൊല്ലാൻ തീരുമാനിച്ചു ഒരു പ്രാവശ്യം. കാരണം ആരമോള? അപ്പൊ സ്വഭാവം ഉണ്ടാവില്ലേ? പരമോളല്ലേ? പക്ഷെ ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങളോട് പറ്റൂല. ഹഫ്സ ഖവ്വാമയും സവ്വാമയുമായ സ്ത്രീയാണ്. അതായത് രാത്രിയിൽ ഒരുപാട് നേരം നിസ്കരിക്കുകയും പകൽ സമയത്ത് നോമ്പെടുക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരിയായിരുന്നു ഹഫ്സ റളിയല്ലാഹു അൻഹ. തലാഖ് ചെല്ലാൻ സമ്മതിച്ചില്ല അല്ലാഹു ആകാശലോകത്ത്. അത്ര നല്ല ദീനിയായി പല മോള് പറയേണ്ട കാര്യമില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ക്രോഡീകരിക്കപ്പെട്ട മുസ്ഹഫ് അവസാന കാലത്ത് ഹഫ്സയുടെ കയ്യിലായിരുന്നു. അതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തത്? കത്തിച്ചു കളഞ്ഞത്. ആ കത്തിക്കലാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് എതിർപ്പുണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒരു കാരണം. ആ തെളിവ് വെച്ചിട്ടാണ് എന്തൊരു വാക്കൾ പറഞ്ഞത്, നമ്മുടെ വീട്ടിലും മറ്റും പഴയ ഖുർആനൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് കത്തിച്ചു കളയാം. അല്ലാണ്ട് വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഖുർആൻ എഴുതപ്പെട്ട കടലാസ് ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ആകെയുള്ളൊരു വഴി കത്തിക്കലാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കത്തിച്ചതുപോലെ. അപ്പൊ അബൂ ഹഫ്സ്, അതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുനിയത്ത്. അദ്ദേഹത്തിന്റെ ലഖബാണ് അമീറുൽ മുഅ്മിനീൻ. അർത്ഥം മുഅ്മിനീങ്ങളുടെ അമീർ. ലഖബ് എന്ന് പറഞ്ഞാൽ എന്താ? ഓമന പേര്, ഇഷ്ടം കൊണ്ട് ആൾക്കാരെ വിളിക്കുന്ന പേര്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച പേരെന്താ? ഖലീഫത്തു റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയായ, പ്രതിനിധിയായ അബൂബക്കർ. അദ്ദേഹം 2 വർഷം രാജ്യം ഭരിച്ചു. വഫാത്തായി. വഫാത്താവുന്ന സമയം അദ്ദേഹത്തിന്റെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായത്. ഉലമാക്കൾ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്ത ഏറ്റവും വലിയ ഒരു നന്മയായിരുന്നു ഉമറിനെ തന്റെ പിൻഗാമിയായി നിശ്ചയിച്ചു എന്നത്. കാരണം അതിന് അർഹതയുള്ള ആളെ തന്നെ അദ്ദേഹം സെലക്ട് ചെയ്തു. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോൾ ആളുകൾക്ക് പിന്നെയും ഒരു ഖലീഫ ചേർത്ത് വിളിക്കൽ എന്തായി? പ്രയാസമായി. എന്ത് വിളിക്കേണ്ടി വരും? ഖലീഫത്തി റസൂലില്ലാഹ്. റസൂലുള്ളാഹി തങ്ങളുടെ ഖലീഫയായ അബൂബക്കറിന്റെ ഖലീഫയായ ഉമർ എന്ന് വിളിക്കൽ പ്രയാസമായി. അപ്പൊ സഹാബാക്കൾ എല്ലാവരും ചേർന്നുകൊണ്ട് പേരിട്ടു, നമുക്ക് അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കാം. അങ്ങനെയാണ് അദ്ദേഹത്തിന് ലോകത്താദ്യമായി ആ പേര് വിളിക്കപ്പെട്ട ആളും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. പിന്നീട് അങ്ങോട്ട് വന്ന ഇസ്ലാമിക ഭരണാധികാരികളെല്ലാം വിളിക്കപ്പെട്ടതും ആ പേരിലാണ്, അമീറുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ അമീറായ ഉമർ റളിയല്ലാഹു അൻഹു. ശരിക്കും പറഞ്ഞാല് ആ സ്ഥാനത്ത് നമ്മളാവൂലെങ്കിലും ആ പേരിനൊത്ത് നമ്മളാവണം. അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളുടെ കാരണം ദുആ എന്താ? റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. മുത്തഖീങ്ങളുടെ ഇമാമായി അഥവാ നേതൃത്വം വഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്വാളിറ്റി നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. മുത്തഖീ എന്ന് പറഞ്ഞാൽ അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളിന്റെ നേതാവാകാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അധ്വാനിച്ചാൽ പറ്റും. അധ്വാനിച്ചാൽ നമ്മൾ മാറും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉമർ ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മകൻ ഉമർ. കാരണം അദ്ദേഹത്തിന് ഒരു ജാഹിലിയ്യത്ത് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം മുസ്ലിം ആയതിനു ശേഷം ഉണ്ടായ ഉമർ ആയിരുന്നില്ല ജാഹിലിയ്യത്തിന്റെ ഉമർ. അതുകൊണ്ടാണ് മക്കക്കാർ അന്ന് അവിടെ പറഞ്ഞത്, ഒരുപക്ഷെ ഖത്താബിന്റെ കഴുതകൾ ചിലപ്പോൾ എന്താവും, മുസ്ലിമാവും. പക്ഷെ എന്നാലും ഉമർ മുസ്ലിമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. അതായിരുന്നു അദ്ദേഹത്തിന്റെ ജാഹിലിയ്യത്ത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല റൂട്ട് കാണിച്ചു കൊടുത്തു. അതാ അല്ലാഹു ചെയ്യുക. അല്ലാഹു റൂട്ട് കാണിച്ചു തരുത്താൻ, പിന്നെ അങ്ങോട്ട് പിടിച്ചു കയറാന്നുള്ളത് നമ്മളുടെ ജോലിയാണ്. ഉമർ പിടിച്ചു കയറി എന്ന് പറഞ്ഞാൽ എവിടെ എത്തി? ലൈസ ബൈനഹു വ ബൈനല്ലാഹി അഹദ്. ഉമറിന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ വേറെ ഒരാളും ഇല്ലാത്ത തരത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് അദ്ദേഹം എത്തി. സ്വയം അധ്വാനം കൊണ്ടെത്തിയതാണ്. വല്ലദീന ജാഹദു ഫീനാ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ആയത്താണ്. വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മുടെ വഴിയിൽ ആരെങ്കിലും പരിശ്രമിക്കുകയാണെങ്കിൽ വഴി നാം കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. ഉമർ റളിയല്ലാഹു തആല അൻഹു ആ സ്ഥാനത്തെത്തി. അതുകൊണ്ടാണ് അന്ന് മിഅ്റാജിന് പോയ സമയം റസൂലുള്ളാഹി തങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കണേ. സ്വർഗത്തിൽ കൊട്ടാരം കണ്ടല്ലോ. അങ്ങനെ ആ കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ജിബ്രീൽ തടഞ്ഞു. അപ്പൊ ചോദിച്ചു, ലിമൻ ഹാദൽ ഖസ്ർ? ജിബ്രീൽ, ഈ കൊട്ടാരം ആർക്കുള്ളതാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖുറൈശികളിൽപ്പെട്ട മാന്യനായ ഒരു യുവാവിനുള്ളതാണ്. റസൂലുള്ളാഹി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ വിചാരിച്ചു ഖുറൈശികളുടെ കൂട്ടത്തിൽ മാന്യതയുള്ള യുവാവ് വേറെ ആരാണ്? കാരണം ആരോടാ ഇത് പറയുന്നത്?
റസൂലുള്ളാഹിയോടാ പറയുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ റസൂലോട് അങ്ങനെ പറയുമ്പോ വേറൊരു മാന്യനായ യുവാവേദ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു ജിബ്രീലിനോട്, ജിബ്രീലേ അതാരാണത്? പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമറിനുള്ള കൊട്ടാരം. അത് കിട്ടുന്ന തരത്തിലേക്ക് അദ്ദേഹം മാറി, അല്ല അദ്ദേഹം നഫ്സിനെ മാറ്റി. അതാണ് ഞാൻ നിങ്ങൾ ചെയ്യേണ്ട ജോലി. അല്ലാഹു തൗഫീഖ് തരട്ടെ. പറഞ്ഞു പറയുന്ന ആൾ മാറണം, കേട്ട് നിങ്ങളും മാറണം. മാറിയേ പറ്റുള്ളൂ. അമീറുൽ മുഅ്മിനീനാവണം. മുഅ്മിനീങ്ങളുടെ നേതൃത്വം വഹിക്കാൻ ക്വാളിറ്റിയുള്ള അർഹതയുള്ള ആളുകളായി ദീനിൽ ഞാനും നിങ്ങളും മാറണം. അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. ശരി, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വായിക്കാൻ പോകുന്ന ഹദീസ് ഉമർ ബിൻ ഖത്താബ് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഉലമാക്കൾ പറഞ്ഞ ഒരു അത്ഭുതമാണ്. കാരണം ലോകത്ത് ഇന്ന് നിലവിലുള്ള എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലെയും ആദ്യത്തെ ഹദീസാണ്. ഏത് കിതാബ് നോക്കിക്കോളൂ ഹദീസിന്റെ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി സഹീഹുൽ ബുഖാരിയിലും ആദ്യത്തെ ഹദീസായി കൊടുത്തത് ഈ ഹദീസാണ്. അർബഈൻ നബവിയിലും ഈ ഹദീസാണ്. റിയാദുസ് സാലിഹീനിലും ഈ ഹദീസാണ്. മുസ്ലിമിലും ഈ ഹദീസാണ്. എല്ലാത്തിലും. കാരണം നിയ്യത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് പറയുമ്പോഴും എന്ത് കാര്യത്തിനും എന്തുണ്ടായിരിക്കണം? നിയ്യത്ത് ശരിയാവണം. അതുകൊണ്ട് തന്നെയാണ് ആദ്യമായി ഇത്ര പ്രധാനപ്പെട്ട ഹദീസായിട്ട് പോലും ഒറ്റ റിവായത്ത് മാത്രമേ ഈ ഹദീസിലുണ്ട്. മറ്റ് ഹദീസുകൾക്ക് പല റിവായത്തുണ്ടാവും. അതായത് ഇപ്പം എന്റെ ക്ലാസ്സുകൾ കേൾക്കുക, വേദിക്ക പോയിട്ട് പറയും, ആ ഉസ്താദ് അങ്ങനെ പറഞ്ഞില്ല, ഇദ്ദേഹം പറയും. തകിലാക്ക പറയും. ഇപ്പൊ എത്ര റിവായത്തായി? 4 റിവായത്തായി. പക്ഷെ ഈ പറഞ്ഞ ഹദീസ് വേറെ ഒരു സഹാബിയും പറഞ്ഞില്ല. ആകെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് മാത്രമാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഹദീസിലുണ്ട്. അദ്ദേഹം പറയാണ്, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്. ഇന്നമൽ അഅമാലു, തീർച്ചയായും അമലുകൾ പരിഗണിക്കപ്പെടുക ബിന്നിയ്യാത്ത്, നിയ്യത്തുകളെ പരിഗണിച്ചുകൊണ്ട് മാത്രമാണ്. ഇന്നമ എന്ന് പറയുന്ന വാക്ക് മാത്രം എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അറബി ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് അറബിക്ക് മാത്രമേ ഉള്ളൂ താനും. അതിലെ ചില ലഫ്ദുകൾ, അറബി ഭാഷയിലെ ചില വാചകങ്ങൾ ഒരർത്ഥത്തെ സൂചിപ്പിക്കുന്നുണ്ടാവും. അത് അറബിയിലെ ആ അർത്ഥം ഉൾക്കൊള്ളാനും പറ്റും. ഇപ്പൊ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്താ അർത്ഥം? നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഖുറാഫി മൗലമാരെ ചോദിക്കും, അല്ലമായി മാത്രം എവിടെ? ഇയ്യാക നിന്നോട്, നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നിന്നോട്, നസ്തഈൻ നമ്മൾ സഹായം തേടുന്നു. ഇവിടെ മാത്രം എവിടെ? നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. മാത്രം എന്ന അർത്ഥം വരുന്ന ഒരു വാക്ക് ആ ആയത്തിലില്ല. പിന്നെ അവിടെ മാത്രം വന്നു, അത് ആ പ്രയോഗത്തിൽ വരുന്ന അർത്ഥമാണ്. ഇത് അറബി ഭാഷയുടെ പ്രത്യേകത. കാരണം ഇയ്യാക എന്ന് പറയുന്ന സാധനം ശരിക്കും വരേണ്ടത് നഅ്ബുദുവിന് ശേഷമാണ്. അറബിന്റെ നിയമപ്രകാരം നഅ്ബുദു ഇയ്യാക വനസ്തഈനു ഇയ്യാക, അങ്ങനെ ശരിക്കും പറയേണ്ടത്. പക്ഷെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് തെറ്റ് പറ്റൂലല്ലോ, ഉറപ്പല്ലേ? അല്ലാഹു എന്ത് ചെയ്തു? ശേഷം പറയേണ്ട സാധനത്തിന് മുന്തിച്ചു പറഞ്ഞു. ആ പറഞ്ഞ രീതിയിലാണ് അവിടെ മാത്രം എന്നുള്ള അർത്ഥം വന്നത്. മഫ്ഊലിനെ മുഖദ്ദമാക്കുക എന്ന് അറബി ഭാഷാ പണ്ഡിതന്മാരുടെ ഭാഷയിൽ പറയും. ശേഷം പറയേണ്ടതിനെ ആദ്യം എടുത്തിട്ടു. അത് ആദ്യം വന്നത് കൊണ്ടാണ് ഇവിടെ മാത്രം എന്നർത്ഥം വന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഖുർആൻ പഠിക്കുമ്പോൾ ഇവിടെ തന്നെ പഠിക്കണം, ഉസ്താദിനടുത്ത് തന്നെ പഠിക്കണം. ഇൽമ് ഉസ്താദുമാരിൽ നിന്ന് തന്നെ പഠിക്കണം, ഇല്ലെങ്കിൽ അവർക്ക് സംഭവം മനസ്സിലാവില്ല. എന്ന് പറഞ്ഞ പോലെയാണ് ഇന്നമ എന്ന വാക്ക്. അത് വന്നാൽ അർത്ഥം മാത്രം എന്ന് പറഞ്ഞാൽ ഇന്നമൽ അഅമാലു, തീർച്ചയായും അമലുകൾ പരിഗണിക്കപ്പെടുക ബിന്നിയ്യാത്ത്, അത് ചെയ്യുന്ന ആളുകളുടെ നിയ്യത്തുകളെ പരിഗണിച്ചുകൊണ്ട് മാത്രമാണ്. നിയ്യത്തില്ലെങ്കിൽ അമല് പരിഗണനീയമല്ല. ഒരാൾ രാവിലെ എഴുന്നേക്കുന്നു, രാവിലെ ശവാട് എന്ത് ചെയ്യും? ബാത്റൂം പോകും, പല്ല് തേക്കും, പുതുവും ചെയ്യും.
ഈ പോക്കും വരവും ഒക്കെ ഒരു ആദത്താണ്. എന്താ ആദത്തിനർത്ഥം? ഒരു പതിവാണ് മനുഷ്യന്റെ. പല്ല് തേച്ച് വന്ന ഉടനെ എന്ത് ചെയ്യും? ചായ കുടിക്കും, അല്ലെങ്കിൽ വെള്ളം കുടിക്കും. ഡയറ്റിങ്ങിലുള്ള ആൾക്കാർ വെള്ളം കുടിക്കും. നമ്മളെ പോലത്തെ പാവപ്പെട്ട മനുഷ്യന്മാർ ചായയും കാപ്പിയും എല്ലാം കുടിക്കില്ല, അല്ലടിച്ചപാട്. അതൊരു ആദത്താണ്, പതിവാണ്. പക്ഷെ ആ ആദത്തിനെ ഇബാദത്താക്കി മാറ്റുന്നത് നിയ്യത്താണ്. എങ്ങനെ ഇബാദത്തായി മാറുക? രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരാളെന്ത് ചെയ്യുന്നു? മനസ്സിൽ കരുതുകയാണ്, ഒന്ന് പോയിട്ട് കുളിക്കണം, ഒന്ന് ഫ്രഷ് ആവണം, എന്നാണ് സുഖസ്കാരത്തിന് റാഹത്ത് കിട്ടുള്ളൂ. ആദത്ത് എന്തായി? ഇബാദത്തായി. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നിയ്യത്ത് നല്ലതിനായി ആ നിയ്യത്തനുസരിച്ച് അമല് പരിഗണിക്കപ്പെടുകയും ചെയ്തു. ഒരാള് രാവിലെ എഴുന്നേറ്റിട്ട് ജനാബത്തിന്റെ കുളി കുടിച്ചു, മറ്റേ ആള് സാധാ കുളി കുടിച്ചു. ഇതിൽ ഒരാൾ ചെയ്തത് ഇബാദത്താണ്, മറ്റേ ആള് ചെയ്തത് ആദത്താണ്. ഇബാദത്ത് ഏതാണ്? അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുന്നു എന്ന നിയ്യത്തോടു കൂടി കുളിച്ചപ്പം അത് ഇബാദത്തായി. അതേ കുളിയല്ലേ മറ്റേ ആള് കുളിച്ചത്. വെള്ളം കൊണ്ട് തന്നെ, വെള്ളം കോരി ഒഴിച്ചിട്ട് തന്നെ, ശോഭം തേച്ചിട്ട് തന്നെ, രണ്ടും ചെയ്ത ഒരേ പ്രവൃത്തിയാണ്. പക്ഷെ നിയ്യത്തനുസരിച്ച് അതിന്റെ ഉള്ളുമാണ്. അവിടെ പറഞ്ഞ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. തീർച്ചയായും അമലുകൾ പരിഗണിക്കപ്പെടുക നിയ്യത്തിനെ പരിഗണിച്ചുകൊണ്ട് മാത്രമാണ്. തീർച്ചയായും ഓരോരുത്തർക്കുമുണ്ട് മാനവ അവൻ കരുതിയത് മാത്രം. നിയ്യത്തിനെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ എന്താവുള്ളൂ? അമലിനെ അള്ളാഹു പരിഗണിക്കുള്ളൂ. ഓരോരുത്തരും എന്ത് നിയ്യത്താണോ വെക്കുന്നത് അത് മാത്രമേ അവന് കിട്ടുകയും ഉള്ളൂ. ഇപ്പൊ നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ചു, എല്ലാവരുടെയും മഗ്‌രിബ് നിസ്കാരം അള്ളാഹുവിന്റെ അടുക്കൽ ഖബൂലായത് ഒരുപോലെയല്ല, വ്യത്യാസം ഉണ്ടാവും. കാരണം അള്ളാഹു നോക്കൽ എവിടെയാണ്? നമ്മൾ റുക്കൂഅല്ല, നമ്മുടെ സുജൂദല്ല, എണീക്കലല്ല, ഇരിക്കലല്ല, ഓത്തല്ല, തസ്ബീഹല്ല, ദിക്റല്ല, ഒന്നുമല്ല നിസ്കരിക്കുന്നവന്റെ ഖൽബ്. അതിന്റെ നിയ്യത്തും അതിന്റെ കടുപ്പും അനുസരിച്ച് സവാബിനും ഏറ്റക്കുറച്ചിലുണ്ടാവും. ചിലപ്പോ ചെയ്യുന്നത് ഒരേ അമലായിരിക്കും, പറഞ്ഞത് ഒരേ വാക്കായിരിക്കും, ചൊല്ലിയത് ഒരേ ദിക്റായിരിക്കും. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ അത് ഖബൂലായിട്ടുണ്ടാവുക വ്യത്യസ്ത രൂപത്തിലായിരിക്കും. അതുകൊണ്ടാ പറഞ്ഞത് ഓരോരുത്തർക്കും അവരെന്താണോ കരുതിയത് അത് മാത്രം ഉണ്ടാകും. എന്നിട്ട് ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫമൻ കാനത് ഹിജ്റതുഹു, ഒരാളുടെ ഹിജ്റയാണെങ്കിൽ ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും ആണെങ്കിൽ. എന്താ ഹിജ്റ എന്ന് പറഞ്ഞാൽ? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഉറക്ക് വരാണ്ടിരിക്കാനാണ്, അതുകൊണ്ടാ ചോദിക്കുന്നത്. എന്താ ഹിജ്റ എന്ന് പറഞ്ഞാൽ? ഒളിച്ചോട്ടം. ഇംഗ്ലീഷിൽ എന്താ പറയാ? ഒളിച്ചോട്ടാണ്. അതായത് ദീൻ സംരക്ഷിക്കാനായി എല്ലാം വിട്ടെറിഞ്ഞിട്ടുള്ള ഓട്ടത്തിന്റെ പേരാണ് ഹിജ്റ. നമുക്കൊന്നും ചിലപ്പോൾ ചിന്തിക്കാൻ തന്നെ കഴിയില്ല. സഹാബാക്കൾ അന്ന് ചെയ്ത ഹിജ്റ എന്ന് പറയുന്ന ആ ഇബാദത്ത് ഇന്നും നിലവിലുണ്ട്, ഇന്നും ഹിജ്റയുണ്ട്. എവിടത്തെ ഹിജ്റ ഇല്ലാത്തേ ഉള്ളൂ? മനസ്സിലായില്ല? ചോദിച്ചു മനസ്സിലായില്ല? മക്കത്തുനിന്നും മദീനത്തും, മക്കത്തുനിന്നും മദീനത്തും. സൗദിയിലുള്ള ബാക്കി ഏത് സ്ഥലത്തുനിന്നും ഹിജ്റയുണ്ട്, പക്ഷെ മക്കത്തുനിന്നും മദീനത്തു നിന്നില്ല, ഹിജ്റയില്ല. കാരണം അവിടെ നിന്ന് എങ്ങോട്ടാ പിന്നെ ഹിജ്റ പോവാ? അത് മർക്കസല്ലേ, അവിടുന്ന് വേറെ എങ്ങോട്ടാ പോവാ? ഹിജ്റ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഇബാദത്താണ്. എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ആദർശ പ്രകാരം ഒരു നാട്ടിൽ ഒരാൾക്ക് നിർഭയത്വത്തോടെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്നുറപ്പായാൽ അയാൾക്ക് ഹിജ്റ വാജിബാണ്. അത് സാധിക്കുന്നിടത്തേക്ക് അയാൾ പോയിക്കൊള്ളണം. എന്തുകൊണ്ടാണ്? ബദർ യുദ്ധത്തിൽ ചില ആളുകൾ പങ്കെടുത്തു. അവർ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളായിരുന്നു, ഉള്ളുകൊണ്ട് ഇസ്ലാമിനെ അംഗീകരിച്ചു, പക്ഷേ എന്ത് ചെയ്തില്ല? പ്രകടിപ്പിച്ചില്ല.
ബദർ യുദ്ധം വന്ന സമയം മക്കത്തുണ്ടായത് കൊണ്ട് തന്നെ അവർക്ക് ശത്രുക്കളുടെ ഭാഗത്ത് കൂടി മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ പോകാതിരിക്കാൻ വേറെ വഴിയില്ല, പോയി. അങ്ങനെ അവർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അല്ലാഹു പറഞ്ഞു സൂറത്തുൽ ആറാഫിൽ, അവര് മരിച്ചു കിടക്കുന്ന സമയം മലക്കുകൾ വന്നിട്ട് ചോദിച്ചു അവരോട്, ഖാലു ഫീമ കുന്തും, നിങ്ങൾ എന്താ ഇവിടെ? നിങ്ങൾ മുസ്ലിമുകളുടെ ഭാഗത്ത് ഉണ്ടാവേണ്ട ആൾക്കാരല്ലേ, നിങ്ങൾ ഇങ്ങനെ മുസ്ലിങ്ങളുടെ ഭാഗത്തെത്തി? അപ്പൊ അവര് പറഞ്ഞു, ഖാലു കുന്ന മുസ്തദഅഫീന ഫിൽ അർദ്, നമുക്കത് പ്രകടിപ്പിക്കാൻ പറ്റില്ല, സാഹചര്യം അതിന് അനുകൂലമായിരുന്നില്ല. കാരണം അത് പരസ്യമാക്കിയാൽ എന്താണ് പ്രശ്നമാണ്. അപ്പൊ മലക്കുകൾ ചോദിക്കും, ഖാലു അലം തകുൻ അർദുല്ലാഹി വാസിഅതൻ ഫതുഹാജിറു ഫീഹാ, അല്ലാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, ഇവിടെ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ സാധിക്കുന്നിടത്തേക്ക് നിങ്ങൾക്ക് പോയി കൂടായിരുന്നോ? ബാക്കി എന്താ? ഉലൈക മഅവാഹും ജഹന്നം, അവരുടെ അഭയസ്ഥാനം നരകമാണ്. ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആൾക്കാരെ പറ്റിയ പറയും, അവരുടെ അഭയസ്ഥാനം നരകമാണ്. എന്തുകൊണ്ടറിയോ? അവർ ദീനിന് പ്രാധാന്യം കൊടുക്കാതെ അവരുടെ നാട്ടിലെ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തു. എന്താണ് അവസ്ഥ? അവിടെ ഹിജ്റ എന്ന് പറയുന്ന സംഗതി ദീനിന് വേണ്ടി എല്ലാം വിട്ടിട്ടുള്ള പോക്കാണ്. മക്കത്ത് ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് നിന്ന് ഒരാൾ പുറത്തേക്ക് പോയി വെച്ചോ, ജോലിക്കോ മറ്റോ, എമിഗ്രേഷൻ ഓഫീസിൽ നിന്ന് ഓഫീസർ എന്താ സീലടിക്കും, ഇവർ എക്സിറ്റ് ആയിരിക്കുന്നു രാജ്യത്ത് നിന്ന്. ഇനി തിരിച്ച് ഇങ്ങോട്ട് വരണമെങ്കിൽ അയാൾക്ക് ആ വഴിയിലൂടെയേ വരാൻ പറ്റുള്ളൂ. എമിഗ്രേഷനിൽ വരണം, ഓഫീസർ കാണണം, അയാളൊന്ന് സീൽ ചെയ്യണം, എന്നാലേ പിന്നെ രാജ്യത്തേക്ക് പ്രവേശനമുള്ളൂ. അന്ന് മക്ക എന്ന് പറയുന്ന പ്രദേശം, അന്ന് രാജ്യ സംവിധാനങ്ങളില്ല, എമിഗ്രേഷൻ സംവിധാനങ്ങളില്ല. പക്ഷേ മക്ക എന്ന് പറയുന്ന നാട് വിട്ട് ഒരാൾ മക്കൾക്ക് പുറത്തേക്ക് പോയാൽ പിന്നെ അയാൾ അങ്ങോട്ട് തിരിച്ചു വരുന്നെങ്കിൽ ഒരു കഫീലുണ്ടെങ്കിലേ വരാൻ പറ്റുള്ളൂ. നാട്ടിലുള്ള ആരെങ്കിലും ഇവൻ എന്റെ ഉത്തരവാദിത്വത്തിലാണ് എന്ന് അവിടെ ചെന്ന് വിളിച്ചു പറയണം. അയാളുടെ കീഴിൽ അവിടെ ജീവിക്കാനേ സാധിക്കുള്ളൂ. വിട്ടിട്ട് പോയാൽ പിന്നെ ആ പോയവന്റെ വീട്, അവന്റെ സ്വത്ത്, അവന്റെ ആടുമാടുകൾ, അവന്റെ തോട്ടം, അവന്റെ മറ്റത് മറിച്ചത് എല്ലാം പിന്നെ ആർക്കുള്ളതാണ്? നാട്ടുകാർക്കുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അബിസീനിയയിലേക്ക്, ആഫ്രിക്കയിലേക്ക് സഹാബത്തിനോട് പോകാൻ പറയുന്നത് കച്ചവടത്തിനല്ല. മക്കത്ത് നിങ്ങൾക്ക് ദീനനുസരിച്ച് ജീവിക്കാൻ പ്രയാസമാണ്, നിങ്ങൾക്ക് ദീനനുസരിച്ച് ജീവിക്കാൻ അനുകൂലമായ അവസ്ഥ ആഫ്രിക്കയിലുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ. അപ്പൊ നമ്മുടെ കച്ചവടം വിടേണ്ടി വരും, അപ്പൊ നമ്മൾ ഇവിടുത്തെ തോട്ടം ഒഴിവാക്കേണ്ടി വരും, അപ്പൊ നമ്മുടെ വീടും കുടുംബവും ഒഴിവാക്കേണ്ടി വരും. നമ്മുടെ തീരുമാനം എടുക്കും. അങ്ങനെ ഒരു ദീനുണ്ടപ്പ എന്നൊക്കെ നമ്മൾ ചോദ്യം. അങ്ങനെയുണ്ട്, ഇയാൾ കുറച്ച് ഓവറല്ലേ ഈ പറയുന്നത് നമ്മൾ പറയാം. അന്ന് ആഫ്രിക്കയിലേക്ക് ഹിജറ പോയ ആളുകൾ അത് സെലക്ട് ചെയ്തു, എല്ലാം വിട്ടിട്ട് പോയി. പിന്നീട് മദീനയിലേക്ക് ഹിജറ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിലെ കോടീശ്വരനാണ്, അറിയാലോ. അദ്ദേഹം മദീനത്ത് എത്തുന്നത് ഒരു ദിർഹം പോലും കയ്യിലില്ലാതെ. അപ്പൊ ആ കോടീശ്വരന്റെ കോടികൾ എവിടെ? അത് മക്കക്കാരെടുത്തു. എന്തിനു വേണ്ടി എടുത്തു? ദീനിന് വേണ്ടി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഒഴിവാക്കിയിട്ട് പോയപ്പോ അത് മക്കക്കാരെടുത്തു. അതാണ് ഹിജറ. നിസ്സാര സംഗതിയല്ല. അത് ചെയ്യലൊക്കെ ഉലുൽ അസ്മിന്റെ ജോലിയാണ്. നല്ല ഈമാനും യഖീനും ഉണ്ടെങ്കിലേ അതൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പൊ അല്ലാഹുക്കും അല്ലാഹുവിന്റെ റസൂലിനും വേണ്ടിയാണ് ഹിജറ. ആരെങ്കിലും ആ നിയ്യത്തോടു കൂടിയാണ് ഹിജറ പോയതെങ്കിൽ ഫഹിജറതുഹു ഇലല്ലാഹി വറസൂലിഹി, അവന്റെ ഹിജറ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും തന്നെയാണ്. നിയ്യത്തനുസരിച്ച്. ഇനി വമൻ കാനത് ഹിജറതുഹു ലിദുനിയാ യുസീബുഹാ, ഒരാൾ ഹിജറ പോയത് അവിടെ ചെന്ന് കഴിയുമ്പം അവന് കിട്ടാൻ ചാൻസ് ഉള്ള ദുനിയാവിന് വേണ്ടിയാണെങ്കിൽ, കാരണം വെച്ചാല് ഇവിടെ നിൽക്കുന്നതിനേക്കാളും നല്ലത് കച്ചവടം ഒന്നുകൂടി മെച്ചപ്പെടാൻ എന്താണ്? ദുബായിലേക്ക് പോകണം. മടക്കിയിരിക്കാതെ ഗൾഫിലില്ല, ഉണ്ട് 2-3 മാത്രം അല്ലേ. എന്നാലും എന്തിനാ പോയത്? കുറച്ച് മെച്ചാവാനല്ലേ.
അവർക്ക് നമ്മൾ ഒന്നാം റസൂലിന് വേണ്ടി പോയി എന്ന് പറയാൻ പറ്റും? ഇല്ല. അതാ പറഞ്ഞത് ദുനിയാവിന് വേണ്ടിയാ പോയതെങ്കിൽ അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ മറ്റേ പെണ്ണ കല്യാണം കഴിക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പ് കിട്ടി, അന്നേരം പോയി. അതിനു വേണ്ടിയാ പോയതെങ്കിൽ. കാരണം സഹാബി അങ്ങനെ പോയി. മദീനത്തേക്ക് സഹാബാക്കൾ ഹിജറ പോയപ്പോ അതിന്റെ ഇടയിൽ ഒരു സഹാബിക്ക് മദീനത്തുള്ള ഒരു പെണ്ണിനെ ഇഷ്ടമാണ്. ആ ചാൻസ് എന്താക്കിയ അവിടെ പോയി കഴിഞ്ഞാൽ അവളെ കെട്ടും ചെയ്യാലോ. അങ്ങനെ പോയി കെട്ടി നടക്കും ചെയ്തു. പക്ഷെ ആ ഹിജറ എന്ത് ഹിജറ ആവൂല? അള്ളാഹിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കുമുള്ള ഹിജറ ആവൂല. കാരണം നീയത്തായി മാറി. ഒന്നുകിൽ ദുനിയാവ് നേടാനുള്ളതായി, അല്ലെങ്കിൽ കല്യാണം കഴിക്കാനുള്ളതായി. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഹിജറതുഹു, അതിനു വേണ്ടിയാണ് അവൻ ഹിജറ ചെയ്തതെങ്കിൽ, എന്തിന്? ദുനിയാവിന് വേണ്ടിയോ ഒരു ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയോ ആണെങ്കിൽ ഫഹിജറതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ എന്തിനു വേണ്ടിയാണോ പോയത് അത് കിട്ടും. ഇവിടെ വാക്കൊന്ന് ശ്രദ്ധിക്കണം. അതായത് ആദ്യം പറഞ്ഞു അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കുമാണ് ഹിജറ പോയതെങ്കിൽ ഫഹിജറതുഹു ഇലല്ലാഹി വറസൂലിഹി, അവന്റെ ഹിജറ അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കും തന്നെയാണ്. അത് ഹിജറക്ക് പ്രേരിപ്പിച്ചുകൊണ്ടുള്ള വാക്കാണ്, അല്ലെങ്കിൽ ഹിജറ എന്ന ഇബാദത്തിന്റെ പ്രാധാന്യം അറിയിക്കുന്ന വാക്കാണ്. അതുകൊണ്ട് പിന്നെയും എടുത്തു പറഞ്ഞു അവന്റെ ഹിജറ അള്ളാഹിലേക്ക് തന്നെയാണ്, അവന്റെ ഹിജറ റസൂലിലേക്ക് തന്നെയാണ്. രണ്ടാമത് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ദുനിയാവ് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പെണ്ണ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടോ ആണ് പോയതെങ്കിൽ ഫഹിജറതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, ഓൻ എന്തിനു പോയോ അത് കിട്ടും എന്ന് പറഞ്ഞാൽ ആ പോയതിനെ നിസ്സാരവൽക്കരിച്ചു. അതിന് വലിയ ഗൗരവത്തിൽ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി തരാം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഇമാം നവവി റഹ്മഹുല്ലാഹ് ആദ്യമായി അർബഊന നവവിയിൽ കൊടുത്തിരിക്കുന്ന ഹദീസ്. ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹു തആല ആ ഹദീസിന് പറഞ്ഞിരിക്കുന്ന ശറഹ് ഞാൻ വായിക്കാം. എന്റെ വക പറയുന്നില്ല, ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹുവിന്റെ ശറഹാണ് എന്റെ കൈവരുള്ളത്. കേട്ടോളൂ. ഖൗലുഹു ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, തീർച്ചയായും അമലുകൾ പരിഗണിക്കപ്പെടുക നിയ്യത്തിനെ പരിഗണിച്ചുകൊണ്ട് മാത്രമാണ്. ഓരോരുത്തരും എന്താണോ കരുതുന്നത് അത് മാത്രമേ അവന് ലഭിക്കുകയും ഉള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളിൽ നിന്നും ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, ഇന്നമൽ അഅ്മാൽ, എന്താർത്ഥം? അമലുകൾ മൂന്ന് തരത്തിലാണ്. ഒന്ന് ഖൽബിയാണ്, മറ്റൊന്ന് ഖൗലിയാണ്, മൂന്നാമത്തത് ഫിഇലിയാണ്. ഇങ്ങനെയാണ് മൂന്ന് തരം അമലുകളെ വേർതിരിക്കാൻ. ഖൽബിയായ അമൽ എന്ന് പറഞ്ഞാൽ ഹൃദയവുമായി ബന്ധപ്പെട്ട അമല്. ഉദാഹരണത്തിന് പറഞ്ഞോളൂ. ദാനധർമ്മം കൈകൊണ്ട് കൊടുക്കുന്നല്ലേ പറയും. ഖൽബിയായ ദിക്ർ, മാഷാ അല്ലാഹ്. പിന്നെ നിയ്യത്ത്. പിന്നെ കൽബുമായി ബന്ധപ്പെട്ട അമൽ, ദുആ ഖൗലല്ലേ, നമ്മൾ പറയുന്നല്ലേ. പ്രധാനപ്പെട്ട പറഞ്ഞിട്ട് അവിടെ ഞാൻ ചോദിച്ചോണ്ടിരുന്നത് ഈമാൻ, ഖൗഫ്, ഖശിയത്ത്, യഖീൻ, തവക്കുൽ, ഇതെല്ലാം ഹൃദയവുമായി ബന്ധപ്പെട്ട അമലുകളാണ്. ഇതിന്റെ എല്ലാം ബന്ധം കൽബുമായിട്ടാണ്. ഒരാൾ എനിക്ക് തവക്കലുണ്ട് എന്ന് പറയുന്നത് അയാളുടെ ഖൽബിൽ ആ തവക്കൽ ഉണ്ടാകുമ്പോഴാണ്. അല്ലാഹുവിനോടുള്ള ഖൗഫ് അത് നമുക്ക് കാണിക്കാൻ പറ്റിയ സാധനമല്ല, ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടാവുന്നത്. അതാണ് ഖൽബിയായ അമലുകൾ. അതിനും നിയ്യത്ത് അനിവാര്യമാണ്. ഖൗലിയായ അമലാണ് ദിക്ർ, ഖുർആൻ ഓതുക, തസ്ബീഹ് ചെയ്യുക, സ്വലാത്ത് ചൊല്ലുക, നന്മ ഉപദേശിക്കുക, തിന്മ തടയുക. ഇതെല്ലാം ഖൗലിയായ അമലാണ്.
ഫിഇലിയായ അമൽ, അവയവങ്ങളെ കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സദഖ, സക്കാത്ത് പോലുള്ള കർമ്മങ്ങൾ, ഇതെല്ലാം ഇതിൽപ്പെട്ടു. ഈ അമലുകളെല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ പരിഗണനീയമാവുന്നത് അമലിന്റെ വലുപ്പമോ ഭംഗിയോ നോക്കിയിട്ടല്ല, അമൽ ചെയ്തവന്റെ ഖൽബ് നോക്കിയിട്ടാണ്. അവിടെ നിയ്യത്ത് ഓക്കെയാണെങ്കിൽ എന്താണോ അവൻ കരുതിയത് അത് അവന് കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ നിയ്യത്തിന്റെ മഹല്ല്, നിയ്യത്ത് ഉണ്ടാവേണ്ടത് ഖൽബിലാണ്, നാവിലല്ല. അതുകൊണ്ടാണ് നിസ്കാരത്തിൻ്റെതായാലും നോമ്പിൻ്റെതായാലും നാവ് കൊണ്ട് നിയ്യത്ത് പറയുക എന്നുള്ളത് ബിദ്അത്താണ്. അത് ചെയ്യാൻ പാടില്ല, കുറ്റകരമാണ്. ശരിക്കും നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വന്നു നിന്നാൽ ഉസല്ലി എന്ന് പറഞ്ഞു തുടങ്ങുന്നുണ്ടല്ലോ, അത് പറയരുത്, ബിദ്അത്താണ്. ചില സെൽഫികൾക്ക് ഇപ്പോഴും അത് എന്ത് ചെയ്യുന്നത് വന്നു പോകുന്നുണ്ട്. ചില പണ്ഡിതന്മാർ ക്ലാസ് എടുക്കാനൊക്കെ വന്ന ആൾക്കാർ അറിഞ്ഞുകൊണ്ടായിപ്പോ വന്നു പോകുന്നതാണ്. പെട്ടെന്ന് നിസ്കാരം അത് ഡേഞ്ചർ, പറയാൻ പാടില്ല. എന്നുകൊണ്ട് വെച്ചാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഇബാദത്ത് എങ്ങനെ, എവിടെ, എത്ര, ഏത് രൂപത്തിൽ, അതും അതിനോടൊപ്പം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം ഇബാദത്തിന്റെ ഭാഗം. രണ്ടരക്ക് നിസ്കാരം ഇബാദത്താണ്. അത് നമ്മളെ ഇഷ്ടപ്രകാരം നിസ്കരിച്ച ഇബാദത്താവൂല. ആ രണ്ടരക്കാത്തിന്റെ രൂപം, അത് ചെയ്യേണ്ട അമലുകൾ, റുക്നുകൾ, പറയേണ്ട സംഗതികൾ, നിസ്കരിക്കേണ്ട സമയം, ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആവുമ്പോൾ എന്നാലേ ഇബാദത്താവുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ നിയ്യത്ത് പഠിപ്പിച്ചിരിക്കുന്നത് ഖൽബ് കൊണ്ട് കരുതാനാണ്. നവ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം തന്നെ എന്താ? കരുതുക എന്നാണ്. ഇമാം മാലിക് റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, അന്നിയതു മഹല്ലുഹാ അൽഖൽബു വത്തലഫ്ഫുദു ബിഹാ ബിദ്അ. നിയ്യത്ത് ഹൃദയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കരുതൽ ഖൽബ് കൊണ്ടാണ്, അത് നാവ് കൊണ്ട് ഉച്ചരിക്കൽ ബിദ്അത്താണ്. കൊണ്ട് പറയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഥവാ ഫർദ് നിസ്കാരങ്ങളുടെ മുമ്പ് ഈ നിയ്യത്ത് പറഞ്ഞുകൊണ്ടാണ് നിസ്കാരം തുടങ്ങിയതെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ നിസ്കാരം എങ്ങനെ എന്ന് നമുക്ക് പറഞ്ഞെന്ന സ്വഹാബാക്കൾ എന്തു പറയും? ഇങ്ങനെ പറഞ്ഞിട്ടായിരുന്നു നിസ്കാരം തുടങ്ങിയത്. പക്ഷെ അങ്ങനെയല്ല വന്നിട്ടുള്ളത്. ഹദീസിൽ വന്നിട്ടുള്ള എങ്ങനെയാ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം തുടങ്ങിയത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറഞ്ഞുകൊണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിലായി, അതിന് മുമ്പുള്ളതെല്ലാം പതുക്കെയാണ്. അല്ലാഹു അക്ബർ നിസ്കാരം ആരംഭിച്ചു. അപ്പം നിയ്യത്ത് നിസ്കാരത്തിന് മുമ്പ് പറയണമെങ്കിൽ, നിയ്യത്ത് നിസ്കാരത്തിന് മുമ്പ് പറയൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട സംഗതിയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം എങ്ങനെയേ തുടങ്ങൂ, ഉസല്ലി പറഞ്ഞിട്ടേ തുടങ്ങുള്ളൂ. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, സ്വഹാബാക്കളും പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ പിന്നെ ഷാഫി മദ്ഹബിൽ അങ്ങനെ ഉണ്ടല്ലോ, ഹനഫിയിലോ ഉണ്ടാ? ഉണ്ടാവും. നിങ്ങൾ ഹനഫിയ? ആ, അപ്പൊ അങ്ങനെ ഉണ്ടല്ലോ. അവിടെ നമ്മുടെ നിലപാടെന്തായിരിക്കും? ഷാഫി മദ്ഹബിൽ അങ്ങനെ ഉണ്ടല്ലോ, ഹനഫി മദ്ഹബിൽ കാലാകാലമായി അങ്ങനെ ചെയ്തു വരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ നിലപാടെന്തായിരിക്കും? അവിടെ ഒരു മുസ്ലിം, നമ്മളല്ല, ഒരു മുസ്ലിമിന്റെ നിലപാട് അവിടെ ഹനഫി ഇമാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം, ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും ചെയ്തതും അതിന് എതിരാണ്. അതുകൊണ്ട് എന്റെ നിലപാട് അല്ലാഹുവിന്റെ റസൂലിന്റെയും സഹാബത്തിന്റെയും നിലപാടാണ്. അതിനാൽ തെറ്റ് പറയാ. അപ്പൊ നമ്മുടെ സലഫുകൾ പറയുന്നു, നിസ്കാരത്തിന്റെ മുമ്പ് നിയ്യത്ത് പറയുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ നിലപാട് അല്ലാഹുവിന്റെ റസൂലിന്റെയും സഹാബത്തിന്റെയും നിലപാടാണ്. ഒരു ഷാഫിയോ ഹനഫിയോ പറയുന്നു, നിസ്കാരത്തിന്റെ മുമ്പ് നിയ്യത്ത് പറയുന്നതിൽ നമ്മുടെ നിലപാട് ഇമാം ഷാഫിന്റെയും ഹനഫിന്റെയും നിലപാടാണ്. ഇതിൽ ഏതാ ശരി? സലഫിയാണ്. കാരണം എന്ത് കാരണം? അല്ലാഹുവിന്റെ റസൂലിനെ പരിഗണിക്കുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കോ പ്രവൃത്തിയോ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അതിനപ്പുറത്ത് നമ്മൾ വേറെ ഒരാളെയും പരിഗണിക്കുന്ന പരിപാടിയില്ല. അതിന്റെ പേരാണ് മൻഹജുസ് സലഫ്.
അങ്ങനെ പരിഗണിക്കാതിരിക്കുന്നവര് പറയുന്ന പേരാണ് സലഫി. അതാണ് ശരി. സഹാബാക്കൾ ആരും നിസ്കാരത്തിന് മുമ്പ് മുസല്ലി പറഞ്ഞിട്ടില്ല. റമദാനിലായാലും എന്ന് പറഞ്ഞിട്ടില്ല. നവൈതു സൗമ ഗദിൻ അല അദാഇ ഫർദ റമദാനി ഹാദിഹി സനതി ലില്ലാഹി തആല. പണ്ട് പറഞ്ഞ ഓർമ്മയാണ് തറാവിന് ശേഷം. അഥവാ തറാവി കഴിഞ്ഞ് ഇമാമ നിയ്യത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലോ, ഏത് തന്നെ പഠിച്ചിട്ട് വന്നിട്ട് ആരും ഡിഗ്രി കൊടുത്തിനോ സനത്ത് കൊടുത്തത് ഏത് മദ്രസയെന്ന് ചോദിക്കും. നിയ്യത്ത് പറയാറിയാത്ത ഇമാമും. അല്ലാഹു റസൂല് പറഞ്ഞിട്ടില്ല. കാരണം നിയ്യത്ത് എന്ന് പറഞ്ഞാൽ പക്ഷെ കരുതല് വേണം. മനസ്സിലായില്ല? പറച്ചിട്ടില്ല, പിന്നെന്തുണ്ട്? കരുതലുണ്ട്. പുസ്തകം വെച്ച് നിസ്കരിക്കാൻ വേണ്ടി വരുമ്പം തന്നെ ഫോണിൽ എന്താ സെർച്ച? ബെൻസ്, ഒരു ബെൻസുണ്ട്, ഒരു ഓടി ഉണ്ട്, ഒരു BMW ഉണ്ട്. അതങ്ങനെ ഇതങ്ങനെ, അതിന്റെ സീറ്റ് കവർ അങ്ങനെ, അതിന്റെ ഇങ്ങനെ, മറ്റതെങ്ങനെ, ഒരു ഓണർ മറ്റേ ഓണർ ഇങ്ങനെ വർത്താനോടെ വരുന്നത്. ഓർക്കെടുത്ത് എത്തിയപ്പോഴേക്കും നമ്മുടെ ഈ കാമം തുടച്ചു. അപ്പൊ തന്നെ നിസ്കാരം ടൈം ആയിട്ടോ കീശയിലിട്ടിട്ട് വരുമ്പോ മനസ്സിലെന്തുണ്ട്? അങ്ങനെ വന്നിട്ട് അല്ലാഹു അക്ബർ. നീയത്തായില്ല. കാരണം കൽബോണ്ടെന്തില്ല. കൽബിൽ ഇപ്പൊ എന്തുണ്ട്? അത്ര ആ ഡോക്ടറെ ബെഞ്ച് കളിക്കുന്നത്ര അത് പോയില്ല. പക്ഷെ വന്ന് നിന്നാൽ മുഖ്യമന്ത്രി മനസ്സിൽ വേണം, ഞാൻ ദുഹർ നിസ്കരിക്കാൻ പോവാണ്, അത് ആയിട്ട് ഇമാമിനോടൊപ്പം ഫർദ് നിസ്കാരം ഞാൻ നിസ്കരിക്കാൻ പോവാന്നുള്ളത് എന്ത് ചെയ്യണം? കൽബിലുണ്ടാവണം. കാരണം കരുതലുണ്ട്, പറച്ചിലില്ലാണ്ടുള്ളൂ. ഇത് നമ്മൾ നീയത്തില്ലാന്ന് പറഞ്ഞിട്ട് ഇത് ഓടി വന്നിട്ട് അതില്ല. മനസ്സിൽ ഏത് നിസ്കാരമാണ്, എത്ര റക്അത്താണ്, ഖദാ ആണോ അദാ ആണോ എന്നത് കൃത്യമായിട്ടുണ്ടാവണം, കരുതലുണ്ടാവണം. പക്ഷെ പറച്ചിട്ടില്ല. ഇബ്നു റഹ്മത്തുള്ളാഹി പറഞ്ഞു, അദ്ദേഹത്തെ മാഷിക്ക് പറഞ്ഞ ക്ലാസ്സിൽ മദീന പള്ളിയിൽ ഒരാളെ അടുത്ത് നിസ്കരിക്കുമ്പോൾ അയാൾ പറഞ്ഞു, ശേഖ് കേൾക്കാണ് അയാളെന്ത് പറയുന്നത്, അത് പിന്നെ ഏത് നിസ്കാരം ഇമാമിൽ ഹറമൈൻ എന്ന് പറഞ്ഞിട്ട് പറയാം. അപ്പൊ ഷേഖ് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ആ വർഷവും ദിവസവും ആ ഡേറ്റും എല്ലാം കൂടി പറഞ്ഞിട്ട് കെട്ടിക്കോ. എല്ലാം പറഞ്ഞില്ലേ, നമ്മൾ ഇതും പറഞ്ഞുകൂടെ? ഇല്ല, അത് വിജാത്താണ്, ചെയ്യാൻ പാടില്ല. കാരണം ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ? നിങ്ങൾ അള്ളാഹുവിന്റെ ദീൻ അങ്ങോട്ട് പഠിപ്പിക്കണോ? നിങ്ങൾ പള്ളിയിൽ വന്നെത്തിനാ നിസ്കരിക്കാൻ. അത് നിങ്ങളെ കൽബിൽ ഉണ്ടാവണം. കൽബിൽ ആ നീയത്തുള്ളതിനോടൊപ്പം അല്ലാഹു അക്ബർ നാവ് കൊണ്ട് പറയുന്നു. കാരണം നീയത്തിന്റെ മഹല്ല് കൽബാണ്. കൽബിന്റെ അമലാണ് നീയത്ത്. അവിടെ പറച്ചൽ ഇല്ല. അതേസമയം രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നീയത്ത് നമ്മൾ പറയലുണ്ട്. അതെങ്ങനെയാണ്? ഹജ്ജിന് ഉംറക്കും. പക്ഷെ അത് നീയത്തല്ല. ഹജ്ജിനും ഉംറക്കും പോകുന്ന ഒരാള് ഇഹ്റാം കെട്ടി കഴിയുമ്പോൾ എന്ത് പറയും? അല്ലാഹുമ്മ ലബ്ബൈക ഉംറതൻ ലബ്ബൈക ഹജ്ജൻ. ഇത് നിയ്യത്തായിട്ട് പറയുന്നല്ല. നിയ്യത്തോടെ അവന്റെ കൽബിൽ നേരത്തെ വന്നു കഴിഞ്ഞു, ഞാൻ ഉംറ ചെയ്യാൻ പോവാണ്. ഇപ്പറയുന്നത് എന്താ വെച്ചാല്, നിസ്കാരം തുടങ്ങുന്ന തക്ബീറത്തുൽ ഇഹ്റാം പോലെ ഹജ്ജും ഉംറയും തുടങ്ങാനുള്ള വാചകമായി റസൂലുള്ളാഹി പഠിപ്പിച്ച വാക്കാണ് ഈ വാക്ക്. അല്ലാണ്ട് നിയ്യത്ത് പറയുന്നല്ല. സംഭവം മനസ്സിലായോ? അല്ലാഹു അക്ബർ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞ് കൈകെട്ടും പോലെ ഹജ്ജും ഉംറയും തുടങ്ങാൻ റസൂലുള്ളാഹി പറയാൻ പഠിപ്പിച്ച ഒരു വാക്കായിട്ട് പറയുന്നതാണ് ഈ വാക്ക്. അല്ലാണ്ട് എന്തല്ല, നിയ്യത്ത് പറയുന്നത് അല്ല. നിയ്യത്ത് പറയലില്ല. കാരണം നിയ്യത്തിന്റെ മഹല്ല് ഖൽബാണ്. അത് കരുതുക എന്ന അർത്ഥമാണ് ആ വാക്കിന് അർത്ഥം തന്നെ. അതുകൊണ്ട് പറയലിന് അവിടെ വാക്കുകൾ ബിദ്അത്തായി എണ്ണിയിട്ടുണ്ട്. അപ്പൊ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നിയ്യത്തുകളെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരാളുടെ അമലിനെ സ്വീകരിക്കപ്പെടുക. ഒരാള് അങ്ങനെ ഒരു ഇബാദത്തിൽ നിയ്യത്ത് വെക്കൽ കൊണ്ടുണ്ടാവുന്ന ചില ഫായിദകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തമീസുൽ ആദാതി മിനൽ ഇബാദാത്ത്, ആദത്തുകളെയും ഇബാദത്തുകളെയും മാറ്റുക അല്ലെങ്കിൽ വേർതിരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണം പറയാം, അർറജുലു യഅകുലു തആമ ശഹവതൻ ഫഖത്. ഒരാൾ ഭക്ഷണം കഴിക്കും. അത് കഴിക്കുമ്പോൾ ഉള്ള അയാളുടെ നിയ്യത്ത് എന്തേ ഉള്ളൂ? ഒരു രസത്തിന്. ഭക്ഷണം പ്രിയനായിരിക്കും, തിന്നാൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കും, അതുകൊണ്ട് തിന്നുന്നു, അത്രയേ ഉള്ളൂ.
പക്ഷെ വറജുലുൽ ആഖറു യഅകുലു തആമ ഇംതിസാലൻ ലിഅംരില്ലാഹി അസ്സ വജൽ. പക്ഷെ വേറൊരാള് അയാള് ഭക്ഷണം കഴിക്കുമ്പോൾ അയാളുടെ നിയ്യത്ത് എന്താ അറിയോ? അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് വകുലു വശ്റബു, നിങ്ങൾ തിന്നണം, നിങ്ങൾ കുടിക്കണം, ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ആരോഗ്യം വേണം, എന്നിട്ട് ആ ആരോഗ്യത്തിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഇബാദത്ത് ചെയ്യണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? തിന്നുന്നു. രണ്ടാൾക്കാരും തിന്നത് പക്ഷെ ഒരേ ഭക്ഷണമാണ്, ഒരേ സമയത്താണ്, പക്ഷെ രണ്ടാളും തിന്നത് രണ്ട് നീയത്തിലാണ്. പറഞ്ഞു ഇവിടെ രണ്ടാമത് പറഞ്ഞ ആരുടെ ഈ തീറ്റ ഇബാദത്താണ്. കാരണം അയാൾ എന്ത് നീയത്തിലാ തിന്നത്? അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന നീയത്തിലാണ്. ഒന്നാമത്തെ ആളുടെ തീറ്റ വെറും ഒരു ആദത്ത് മാത്രം. അപ്പൊ എന്ത് മനസ്സിലായെന്നറിയോ? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് ചെയ്യാം? അയാളുടെ ആദത്തുകളെ നീയത്തിനെ കൊണ്ട് ഇബാദത്താക്കി മാറ്റാം, കൂലി കിട്ടുന്ന കാര്യമാക്കി മാറ്റാം. ഇപ്പൊ രാവിലെ മോർണിംഗ് വാക്കിങ്ങിന് പോകുന്നുണ്ടല്ലോ, ഒരാൾ എന്ത് നീയത്ത് ചെയ്യുന്നു? ഇപ്പോഴേയും മരിക്കാൻ പാടില്ല, അതാണല്ലോ മെയിൻ. ഒരാൾ നീയത്തിനാണ് ഇപ്പോഴേയും മരിക്കാൻ പാടില്ല, ആരോഗ്യം കിട്ടണം. മറ്റയാളെന്ത് നീയത്ത് ചെയ്യുന്നു? കാലിന്റെ മുട്ടുവേദന മാറണം, നടുവേദന മാറണം, കുറച്ച് ഉഷാറ് കിട്ടണം. എന്തിനാ? കുറച്ചുകൂടി ഉഷാറായിട്ട് ഇബാദത്ത് ചെയ്യാൻ. രണ്ടാൾക്ക് നടത്തം കിട്ടി, പക്ഷെ ഒരാൾക്ക് അതിനോടൊപ്പം കൂലി കിട്ടി. കാരണം ഒരുത്തന്റെ നടത്തം വെറും ആദത്ത് മാത്രമാണ്, മറ്റേ നടത്തം ഇബാദത്താണ്. അതിനെ ഇബാദത്താക്കിയത് അയാളുടെ ഖൽബിലുള്ള നിയ്യത്താണ്. വൈന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ. ഒരാൾ എന്ത് കരുതിയോ അത് അയാൾക്ക് കിട്ടും. അദ്ദേഹം പറഞ്ഞു സാനിയൻ വേറെ ഉദാഹരണം പറയാം. അർറജുലു യഗ്തസിലു ബിൽമാഇ തബറുദൻ. ഒരാള് ശരീരം ചൂടായി പ്രയാസപ്പെട്ടപ്പോൾ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കുളിച്ചു. വസാനി യഗ്തസിലു ബിൽമാഇ മിനൽ ജനാബ. മറ്റേയാളോ ജനാബത്തിൽ നിന്ന് ശുദ്ധിയാവാനായി വെള്ളം കൊണ്ട് കുളിക്കുന്നു. ഇവിടെ ഫൽഅവ്വലു ആദത്തുൻ വസാനി ഇബാദത്തുൻ. ആദ്യം കുളിച്ച ആളുടെ കുളി മുറുകിന് ആദത്ത് മാത്രമാണ്, പ്രത്യേകിച്ച് കൂലിയൊന്നുമില്ല. എന്നാലോ രണ്ടാമത് കുളിച്ച ആള് ഇപ്പൊ വൈകുന്നേരം ഒരാൾ കളിക്കാൻ വേണ്ടി പോയി, ഫുട്ബോൾ കളിച്ചു, അല്ലെങ്കിൽ മണിക്കിന് എന്ത് കളിയുണ്ട്? മലന്റെ മുകളിൽ ഒരാൾ കളിക്കാൻ തരുന്നുണ്ട് ക്രിക്കറ്റ്. നമ്മൾ ഇതുവരെ വരുന്ന വഴിക്കോ പോകുന്ന വഴിക്കോ പോട്ടർ കളിക്കുന്നില്ല, ഒറ്റ ആൾ കളിക്കുന്നില്ല. ആയിക്കോട്ടെ, സമ്മതിച്ചു. അങ്ങനെ കളിച്ചു. മഗ്‌രിബിന് മുമ്പ് ഒരുത്തൻ എന്ത് ചെയ്തു? പൊരക്ക് പോയിട്ട് കുളിച്ചു. ഓന്റെ ചങ്ങായും പോയിട്ട് കുളിച്ചു. ഒരുത്തൻ കുളിച്ചെന്തിനാ? വിയർപ്പെല്ലാം ഒന്ന് മാറി കിട്ടി, ഒന്ന് ഫ്രഷ് ആവാം. മറ്റേയാളോ നിസ്കരിക്കാൻ വേണ്ടി പോവാണ്. രണ്ടാളും കുളിക്കണ്ട കുളിച്ചു, ഒരാൾക്ക് കൂലിയും കൂടി കിട്ടി. കാരണം ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അതാണ് പ്രത്യേകത നിയ്യത്തിന്റെ. അദ്ദേഹം ശ്രദ്ധിച്ചോളൂ. ഒരാൾക്ക് ജനാബത്തായി, വലിയ അശുദ്ധിയായി. പിന്നീട് അയാള് കടലിൽ പോയിട്ട് മുങ്ങി. എന്ത് നീയത്തിൽ? ഒന്ന് ഉഷാറാവാൻ, അശുദ്ധി ശുദ്ധിയാവാനല്ല, വിയർപ്പിൽ നിന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി കടലിൽ മുങ്ങിയിട്ട് വന്നു. എന്നിട്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരം എന്താവൂല? ശരിയാവൂല. കാരണം കുളിച്ചിട്ടുണ്ട്, എന്തായിട്ടില്ല? അശുദ്ധി ശുദ്ധിയായില്ല. എന്ത് കാരണത്താൽ? നീയത്ത് മാറിപ്പോയ കാരണത്താൽ. കാരണം നീയത്ത് അത്യാവശ്യമാണ്. ഈ കുളിച്ചവൻ ഇബാദത്ത് കരുതിയിട്ടില്ല, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണമെന്ന് കരുതിയില്ല. അവൻ ചിന്തിച്ചിട്ടേ ഉള്ളൂ ഒന്ന് ബോഡി തടിപ്പിക്കണം എന്ന് നീയത്താക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ രണ്ടും രണ്ടാണ്. ശ്രദ്ധിച്ചോളേ, ഈ വാക്കുകൾ ശ്രദ്ധിക്കണം. ചില പണ്ഡിതന്മാര് പറഞ്ഞു, ഞാൻ ഈ ശ്രദ്ധിക്കാൻ പറഞ്ഞതുകൊണ്ട് അറിയോ, ആദത്തുകളെ ഇബാദത്താക്കി മാറ്റണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗഫ്ലത്തിന്റെ അഹലുകാരായിക്കൂടാ. ഗഫ്ലത്ത് മീൻസ് അശ്രദ്ധ, ഒരു ഓർമ്മയില്ലാത്ത ഇങ്ങനെ എന്തായാലും പറയാ. ടി വി എസ് അറിയോ? തെക്ക് വടക്ക് സർവീസ്. ഒരു ബോധമുണ്ടോ? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ, അതായിക്കൂടാ. ഇങ്ങനെ
മറിച്ച് മുഅ്മിനീങ്ങള് അള്ളാഹു എനിക്കും നിങ്ങൾക്ക് തൗഫീഖ് മുഅ്മിനീങ്ങള് ഓർമ്മയും ബോധവുമുള്ള ആൾക്കാരായിരിക്കും. ചില ഉലമാക്കൾ പറഞ്ഞു ഇബാദാതു അഹ്ലിൽ ഗഫ്ലതി ആദാതു. ഈ അശ്രദ്ധയുള്ള ആളുകളുടെ ഇബാദത്തുകൾ വെറും ആദത്ത് മാത്രമായിരിക്കും അല്ലാഹുവിന്റെ അടുക്കൽ. അതേസമയം വആദാതു അഹ്ലിൽ യഖദതി ഇബാദാതു. അതുകൊണ്ട് ഈ വിഷയം മനസ്സിലാക്കി വെക്കണം. ആദത്തുകളെ ഇബാദത്തുകളാക്കി മാറ്റണം നിയ്യത്തുകളെ കൊണ്ട്. ഫിറോസി റഹ്മഹുല്ലാഹു പറഞ്ഞു ഇബാദാതു അഹ്ലിൽ ഗഫ്ലതി ആദാതു. അശ്രദ്ധയുള്ള ആളുകൾ അവര് ചെയ്യുന്ന ഇബാദത്ത് വരെ വെറും ആദത്ത് മാത്രമായിട്ടേ പരിഗണിക്കപ്പെടുള്ളൂ. അതേസമയം വആദാതു അഹ്ലിൽ യഖദ, നല്ല ബോധത്തിലും ഉണർവിലുമുള്ള ആളുകൾ അവരുടെ ആദത്തുകൾ വരെ ഇബാദത്തായിട്ട് പരിഗണിക്കപ്പെടും. ഉദാഹരണം പറയാം. അദ്ദേഹം പറഞ്ഞു മിസാലുഹു മൻ യഖൂമു വയതവദ്ദഉ വയുസല്ലി വയദ്ഹബു അലൽ ആദ. ഒരാള് സുബഹ് എണീക്കുന്നു, വുളൂ ചെയ്യുന്നു, പള്ളിയിലേക്ക് പോകുന്നു, നിസ്കരിക്കുന്നു, തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു. അയാളെ ഖൽബിൽ എന്തില്ല, ഞാനിപ്പം വുളൂ ചെയ്യുന്നത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്, നിസ്കാരം എൻ്റെ നിർബന്ധമായ ഒരു കർമ്മമാണ്, ഞാൻ പള്ളിയിലേക്ക് പോയേ പറ്റുള്ളൂ, ആ നിയത്തൊന്നുമില്ല. പിന്നെ നമ്മൾ എഴുന്നേറ്റ് പള്ളി തേച്ച് ചായ കുടിച്ച് വരുന്ന പോലെ അയാൾ എന്ത് ചെയ്യുന്നു, അത് ചെയ്യുന്നു. ശീല ഇബാദത്താണ്. പക്ഷെ നിയ്യത്തില്ലാത്തത് കൊണ്ട് അത് വെറുമൊരു പതിവ് ചെയ്യുന്ന ഒരു പ്രവൃത്തി പോലെ മാത്രമേ പരിഗണിക്കപ്പെടുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക്? അവിടെ എപ്പോഴും അഹ്ലുൽ യഖദയിൽ പെടണം. ആ ഒരു ഉണർവ് എപ്പോഴും ഉണ്ടാവണം. ഞാനിപ്പം വുളൂ ചെയ്യാണ്, ഞാനിപ്പം കുളിക്കാണ്, ഇപ്പൊ പള്ളിയിലേക്ക് പോകണം, നിസ്കരിക്കണം, ഇന്ന് കൂടിയുണ്ട്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം കൽബിൽ ഇങ്ങനെ കളിക്കണം. അതാണ് ഈ യഖദ. അതല്ലെങ്കിൽ ഒരു പതിവ്. ഇപ്പൊ പള്ളിയിലേക്ക് വന്നു, നമ്മൾ മൂത്രയ്ക്കാൻ പോയി. നമ്മൾ ഇന്നലെ വന്ന് മൂത്രമൊഴിക്കാൻ ഇരുന്ന സ്ഥലം ഏതാണോ അവിടെ തന്നെ ഇന്നും പോയിട്ടിരിക്കുള്ളൂ. പൊതുവെ പള്ളിയിലേക്ക് കയറി വന്നു, ഇവിടുന്ന് സുന്നത്ത് നിസ്കരിച്ചു, അടുത്ത വക്തിന് വന്നാലോ നമ്മുടെ നഫ്സ് ചിലപ്പം അതേ സ്ഥലത്തേക്ക് പോവുള്ളൂ. അതൊരു ആദത്താണ്. അപ്പൊ ആദത്തൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സവാബില്ല, അതൊരു പതിവായിട്ട് മാത്രമേ കൂട്ടുള്ളൂ. എന്നാൽ നിയ്യത്തോടു കൂടി ചെയ്യുന്ന ഇബാദത്തിന് മാത്രമേ പരിഗണനയുള്ളൂ, അതിന് മാത്രമേ സവാബും കിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞു ഒരാള് ലബിസ സൗബൻ ജദീദൻ, ഒരു പുതിയ വസ്ത്രം ധരിക്കുന്നു. അത് പുതിയ മനുഷ്യന്മാർ ചെയ്യുന്ന സംഗതിയാണല്ലോ, ഒരു ആദത്താണ്. പക്ഷെ യുരീദു അൻ യതറഫഅ ബിസിയാബിഹി, ആ പുതിയ വസ്ത്രം ഇട്ട് വന്നാൽ ആളുകളൊന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഫഹാദ ലാ യുജർ, ഇവരാ പുതിയ കുപ്പായം കൊണ്ട് വേറെ കൂലിയൊന്നും കിട്ടാനില്ല. അതേ സമയത്ത് വേറൊരാള് പുതിയ കുപ്പായം ധരിച്ചു, ലബിസ തൗബൻ ജദീദൻ. പക്ഷെ അവന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാം, യുരീദു അൻ യഅരിഫ الناس قدر نعمة الله عليه وأنه غني. ഓന്റെ മനസ്സിൽ എന്താണുള്ളത്, എന്റെ റബ്ബ് എനിക്ക് തന്ന അനുഗ്രഹത്തിന്റെ അത്ര അടയാളം ആളുകളൊന്ന് കണ്ടോട്ടെ, എനിക്ക് എന്റെ റബ്ബ് തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കോട്ടെ, ഇത് വിചാരിച്ചിട്ടാണ് അയാൾ ആ പുതിയ കുപ്പായം ഇട്ടതെങ്കിൽ അവന് കൂലി കിട്ടും. കാരണം അല്ലാഹു നോക്കലെന്താ, നമ്മൾ നോക്കലെന്താ, ഓ ആഴ്ചക്ക് ഒരു കുപ്പായം പോലും ഇടും, രണ്ടാമത്തെ ആഴ്ച ആ കുപ്പായം ഇടൂല. ഇത് നമ്മുടെ നോട്ടം. അള്ളാന്റെ നോട്ടം എവിടെയാ? ഇട്ട കുപ്പായത്തിലല്ല, ഇട്ടവന്റെ കൽബിന്റെ ഉള്ളിലാണ് നോക്കുന്നത്. ഒരുത്തൻ മനസ്സിൽ വിചാരിച്ചെന്താ വെച്ചാല് പുതിയ കുപ്പായം ഇട്ടിട്ട് ആൾക്കാരുടെ മുമ്പിൽ ഒന്ന് ഗമ കാണിക്കാൻ, ഒരു കൂലിയില്ല. എന്നാ മറ്റവനോ ആൾക്കാർ കാണാൻ തന്നെയാണ്, പക്ഷെ എന്ത് കാണാൻ? എനിക്ക് എന്റെ റബ്ബ് തന്ന നിഅമത്ത് ഇത്രയുണ്ട് എന്ന് കാണാൻ. ഒരുത്തന് കൂലിയില്ല, മറ്റൊരു കൂലിയുണ്ട്. കാരണം നിയ്യത്തിനെ പരിഗണിച്ചിട്ട്. വേറൊരാള് ലബിസ യൗമൽ ജുമുഅത്തി, ശ്രദ്ധിക്കണേ, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. വെള്ളിയാഴ്ച ഞാൻ ധരിക്കുന്നു അഹ്സന സിയാബി, അവന്റെ കൈമേലുള്ള ഡ്രസ്സിൽ ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച ഒരാൾ ധരിച്ചു പള്ളിയിലേക്ക് വന്നു. എന്താ അവന്റെ നിയ്യത്തിൽ?
കാരണം വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച പരിഗണിക്കുമല്ലോ. ഇതൊരു ആദത്താണ്. കാരണം ലോകത്തെല്ലാം ഉള്ള മുസ്ലിമുകൾ വെള്ളിയാഴ്ച എന്തിടും? ഏറ്റവും നല്ലത് പിന്നെ പള്ളിയിലേക്ക് വരുള്ളൂ. വസ്താനി എന്ന രണ്ടാമത്തെ ആളോ ലബിസ അഹ്സന സിയാബിഹി തഅസ്സിയൻ ബിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരനിയത്ത് എന്താ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച പ്രത്യേകിച്ചും നല്ല കുപ്പായിട്ടിട്ടാ പോയത്, അതുകൊണ്ട് ഞാനും അങ്ങനെ പോകുന്നു എന്ന നിയ്യത്തിലായിട്ടതെങ്കിൽ ഫഹാദിഹി ഇബാദ, ഇവന്റെ ഇബാദത്താണ് എന്ന് പറഞ്ഞാൽ അത്ര ബോധത്തിൽ വേണം മുഅ്മിനീങ്ങൾ ഓരോ കാര്യവും ചെയ്യാൻ. നമ്മൾ സാധാ ആദത്തായി ചെയ്യുന്ന സംഗതി ഒറ്റ നിയ്യത്ത് കൊണ്ട് നേരെ ഉൾട്ട ഇബാദത്താക്കി മാറ്റാൻ മുസ്ലിമീങ്ങൾക്ക് പറ്റും. അപ്പൊ ഇതാണ് നിയ്യത്ത് കൊണ്ടുള്ള ഒരു ഉപകാരം. ആദത്തുകളെ ഇബാദത്തുകളാക്കി മാറ്റാൻ പറ്റും. ആദത്ത് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം തമീസുൽ ഇബാദാത്തി ബഅദുഹാ മിൻ ബഅദ്. ഇബാദത്തുകളായ കാര്യത്തെ തന്നെ ചിലതിനെ മറ്റു ചിലതിൽ നിന്ന് വേർതിരിക്കാനും നിയ്യത്ത് അനിവാര്യമാണ്. ഉദാഹരണം പറയാം. ഒരാൾ യുസല്ലി റക്അതൈനി യൻവി ബിദാലിക അത്തതവ്വു. രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നു, പക്ഷെ അവന്റെ ഖൽബിലുള്ളത് അതെന്ത് നിസ്കാരമാണ്? സുന്നത്താണ്, തതവ്വുആണ്, നഫ്ൽ നിസ്കരിക്കാൻ. വആഖറു യുസല്ലി റക്അതൈനി യൻവി ബിദാലിക അൽഫരീദ. രണ്ട് ആൾക്കാരോട് നിസ്കരിക്കുന്നുണ്ട്, രണ്ട് റക്അത്ത്. രണ്ടാൾ നിസ്കരിച്ച രണ്ട് റക്അത്ത്, ഒരു റുക്കൂഅ്, രണ്ട് സുജൂദ്, ഒരേ ഇരുത്തം, ഒരേ സൂറത്ത് ഓതി, ഒരേ സമയം കൊണ്ട് രണ്ടാൾ നിസ്കാരത്തിൽ സലാം കിട്ടി. പക്ഷെ ഈ രണ്ടുപേരുടെ നിസ്കാരവും നമ്മുടെ നോട്ടത്തിൽ നമുക്കുള്ളതില്ലല്ലോ, ഒന്നാണ്. പക്ഷെ അല്ലാതെ എടുക്കൽ ഒരാൾക്ക് സുന്നത്താണ്, മറ്റേയാൾക്ക് ഫർദാണ്. കാരണം ഒരുത്തൻ നിയ്യത്താക്കിയത് രണ്ടരക്കാത്ത സുന്നത്താണ്, മറ്റൊരു നിയ്യത്താക്കിയതോ ഒരു നിസ്കരിക്കാനുള്ള ഫർദായ നിസ്കാരം, രണ്ടരക്കാത്തുള്ള ഫജ്ർ സുബഹ് നിസ്കാരം നിസ്കരിച്ചതാണ്. അപ്പൊ ഒരേ ഇബാദത്താണ് സംഭവം, പക്ഷെ എന്തായി? ഒന്ന് നഫ്ലാണ്, ഒന്ന് ഫർദാണ്. ഈ ഒരു വ്യത്യാസവും നിയ്യത്ത് കൊണ്ട് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ പറഞ്ഞു, നല്ല ഉണർവുള്ള ആളുകളുടെ കൂട്ടത്തിൽ പെടാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ആദത്തുകളെ ഇബാദത്തുകളാക്കി മാറ്റി കഴിവിന്റെ പരമാവധി നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ, നന്മകൾ വർദ്ധിപ്പിക്കുന്നവരായി മാറണം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ. കാരണം അല്ലാഹു നമ്മുടെ അമലുകളെ പരിഗണിക്കുന്നത് നിയ്യത്തുകളെ പരിഗണിച്ചുകൊണ്ട് മാത്രമാണ്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. മാത്രമല്ല ഓരോരുത്തരും എന്താണോ കരുതുന്നത് അത് മാത്രമേ അവന് കിട്ടുകയും ഉള്ളൂ. അതിന് ഉദാഹരണമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഹിജ്റയുടെ കാര്യം പറഞ്ഞത്. ഹിജ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, അവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ദീനിനു വേണ്ടി മാത്രം ചെയ്യുന്ന യാത്രക്കാണ് ഹിജ്റ എന്ന് പറയാം. ഇവിടെ ചില മസലകളുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിപ്പുള്ള കാലത്ത്, കാരണം ഇലല്ലാഹി വറസൂലിഹി എന്നല്ല പറഞ്ഞു, അള്ളാഹുവിലേക്കും അള്ളാഹിന്റെ റസൂലിലേക്കും, അള്ളാഹുവിലേക്കുള്ള ഹിജ്റ എപ്പോഴും ഉണ്ട്. കാരണം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യു അൽ ഖയ്യൂം, മരിക്കുന്നവനല്ല റബ്ബ്. അതേസമയം ഇലാ റസൂലിഹി, അള്ളാഹിന്റെ റസൂലിലേക്കുള്ള ഹിജ്റ എന്ന് പറഞ്ഞാൽ അതിന്റെ വിശ്വാസങ്ങളുടെ ഹയാത്ത് കാലത്തുള്ള ഹിജ്റയാണ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചുവോ ഇല്ലയോ? അശോകൻ തന്നെ നോക്കുന്നു. മരിച്ച ഉറപ്പാ? തെളിവ്? ഇന്നക മയ്യിത്തുൻ വഇന്നഹും മയ്യിത്തുൻ. അല്ലാഹു പറഞ്ഞു, നബി നിങ്ങൾ മരിക്കും. ഈ മുമ്പ് വന്ന ആൾക്കാരും ചെയ്തിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. ഖുർആന്റെ തെളിവ്. ഹദീസിലോ മരണപ്പെട്ട് കിടക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന മരണം നിങ്ങളിതാ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഫമൻ കാന യഅബുദു മുഹമ്മദ, നിങ്ങളിൽ ആരെങ്കിലും മുഹമ്മദ് നബിക്ക് ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, മുഹമ്മദ് നബിയെ ആരാധിക്കുന്നുണ്ടെങ്കിൽ, ഫഇന്നഹു ഖദ് മാത്, ഇതാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദുനിയാവിനോട് വിട പറഞ്ഞിരിക്കും. ഇനിയൊരു ബന്ധം ദുനിയാവുമായിട്ടില്ല. വമൻ കാന യഅബുദുല്ലാഹ,
എന്നാൽ അല്ലാഹുവിനെ ആര് ആരാധിക്കുന്നുവോ ഫഇന്നഹു ഹയ്യുൻ ലാ യമൂത്, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്, ഒരിക്കലും മരിക്കുകയും ഇല്ല. അതുകൊണ്ട് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. മരണം എന്ന് പറഞ്ഞാൽ എന്താ? മരണത്തിന്റെ നിർവചനം എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്കുള്ള പോക്കിനാണ് മരണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ നഫ്സിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആദ്യം ഉമ്മാന്റെ ഗർഭാശയത്തിലുള്ള അവസ്ഥയാണ്. അവിടുന്ന് ജീവൻ തുടങ്ങുന്നത്, ദുനിയാവിലല്ല. നമ്മൾ ജീവിച്ച് തുടങ്ങുന്നത് ഉമ്മാന്റെ ഗർഭാശയത്തിലാണ്, ആദ്യത്തെ തുടക്കം. ആ അവസ്ഥയുടെ മാറ്റം സംഭവിക്കുന്നതിന്റെ പേരാണ് പ്രസവം. അതോടെ എന്ത് ചെയ്തു? ഗർഭാശയത്തിലെ ജീവിതം ദുനിയാവിലേക്ക് മാറി. ഇനി ആർക്കെങ്കിലും ഗർഭാശയത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? ഇല്ല, അത് അസംഭവ്യമാണ്. 9 മാസം അല്ലെങ്കിൽ 10 മാസം പ്രായമായി ഒരു കുഞ്ഞിനെ ഒരു ഉമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേപോലെ ആ ഗർഭാശയത്തിൽ പോയിട്ട് കിടക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന സംഗതിയല്ല. ആ അവസ്ഥ മാറി, അതിന്റെ പേരാണ് ജന്മം. പിന്നെ ദുനിയാവിലാണ് ജീവിതം, അത് 2ാം ഘട്ടമാണ്. ഇനി ഈ ദുനിയാവിന്റെ ഈ അവസ്ഥ മാറി ബർസഖ് എന്ന അവസ്ഥയിലേക്ക് ഒരു പോക്കുണ്ട്. ആ പോക്കിന് പറയുന്ന പേരാണ് മൗത്ത്. ആ പോക്ക് സംഭവിച്ചാലും പിന്നെന്തില്ല, തിരിച്ച് ആ അവസ്ഥയിലേക്ക് ഒരു മാറ്റം ദുനിയാവിൽ ആർക്കുമില്ല. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അതില്ല. പക്ഷേ ചില ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോഴും ദുനിയാവിൽ ഇടപാടുകൾ നടത്തുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോഴൊക്കെ റസൂലേ നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ കേൾക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്യുന്നത്. കാണൂല്ല, കേൾക്കില്ല. അപ്പൊ സ്വലാത്തും അത് അല്ലാഹു അത് എത്തിച്ചു കൊടുക്കാനുള്ള മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവര് ചെയ്യുന്ന ജോലിയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷവും ദുനിയാവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കേണ്ടിയിരുന്നത് തങ്ങളെ വഫാത്തായി ആ പരിശുദ്ധമായ ശരീരം ഖബറിൽ വെക്കുന്നതിന് മുമ്പ് മുഹാജിറുകളും അൻസാരികളും യുദ്ധത്തിന്റെ വക്കിലെത്തി. എന്ത് പ്രശ്നത്തിൽ? അടുത്ത ഖലീഫയെ തീരുമാനിക്കുന്ന പ്രശ്നത്തിൽ. മുഹാജിറുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവണം, അൻസാറുകൾ പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ നിന്നാവണം. അവസാനം യുദ്ധത്തിന്റെ വക്കിലെത്തി. അഥവാ ദുനിയാവുമായിട്ട് എന്തെങ്കിലും ഇടപാട് റസൂലിന്റെ വഫാത്തിന് ശേഷം ഉണ്ടായിരുന്നുവെങ്കിൽ ഖബറിൽ വെക്കുന്നതിന് മുമ്പ് ആയിഷ ബീവിന്റെ വീട്ടിൽ പുതച്ച് കിടക്കുന്ന അസമയം ഇടപെട്ടിട്ട് എന്ത് പറയണം? തർക്കമൊന്നും വേണ്ട, എന്തായിക്കോടി അബൂബക്കർ ആയിക്കോടി. ഇല്ല, ഇടപെടാൻ പറ്റിയിട്ടില്ല. കാരണം ദുനിയാവ് പോയി കഴിയും. ഇനി ദുനിയാവുമായിട്ടൊരു ബന്ധവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇല്ല. ഖബറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ അല്ല മരിച്ചിട്ടാണോ ഉള്ളത്? മരിച്ചിട്ടാ ഉള്ളത്. പക്ഷെ ശരീരം അങ്ങനെ തന്നെയുണ്ട്. കാരണം എന്താ? സ്വലാത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ മലക്കുകൾ അല്ലാഹു ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവരെന്ത് ചെയ്യും? എന്റെ മുമ്പിൽ കൊണ്ടുവന്നത് പ്രദർശിപ്പിക്കും. ഇന്ന ആള് അങ്ങക്ക് വേണ്ടി സലാത്ത് ചൊല്ലിയിട്ടുണ്ട്, സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് മലക്കുകൾ പോയിട്ട് പറയും. ആളെ പേര് പറഞ്ഞിട്ട് പറയും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഉംറക്ക് ഹജ്ജിനൊക്കെ പോകുമ്പോ എന്റെ സലാം ഒന്ന് പറയണെന്ന് പറയില്ലേ? അത് പറയാൻ പാടില്ല. കാരണം അത് നമ്മള് സുന്നത്തിൽപ്പെട്ടതല്ല. എന്തുകൊണ്ട്? നമ്മൾ എവിടെന്ന് പറഞ്ഞാലും അതവിടെ എത്തിക്കാൻ ആളുണ്ട്. മലക്കുകൾ അല്ലാഹു ഏർപ്പാടാക്കിയിട്ടുണ്ട്, അത് അവരെത്തിച്ചോളൂ. നമ്മൾ പോയിട്ട് പറയേണ്ട കാര്യമില്ല. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹു റസൂലേ, നിങ്ങൾ എങ്ങനെയാ പിന്നെ നമ്മുടെ സലാം മടക്കുക? നിങ്ങൾ ഖബറിൽ വെക്കപ്പെട്ട് ഒലിമ്പി നശിച്ച് മണ്ണായി പോയിട്ടുണ്ടാവൂലേ, പിന്നെ എങ്ങനെ നമ്മൾ ചെല്ലുന്ന സലാത്തും സലാമും നിങ്ങളുടെ മുമ്പിൽ മലക്കുകളൊന്ന് പ്രദർശിപ്പിക്കുക? അന്നേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ഭൂമിക്ക് അംബിയാ മുർസലീങ്ങളുടെ ശരീരം ഹറാമാക്കിയിരിക്കുന്നു. മണ്ണ് തിന്നൂല. അങ്ങനെ തന്നെ അന്നല്ലാഹു റസൂല് ഹയാത്ത് കാലത്തുള്ളപ്പോ ഉള്ള ശരീരം ഒരു പോറലും മേൽക്കാതെ അങ്ങനെ തന്നെ ആ ഖബറിലുണ്ട്. കാസർഗോഡ് തങ്ങളെ
അത് വേടായി തട്ടിപ്പൊളി. അങ്ങനെ ഓരോരുത്തരും കവലുണ്ടാവില്ല. അപ്പൊ യൂട്യൂബിലെല്ലാം കാണുന്നുണ്ടല്ലോ. യൂട്യൂബിൽ അങ്ങനെ എന്തെല്ലാം ആക്കിയിട്ട് ഇവിടെ എനിക്കിപ്പോ ഇവിടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഇരിക്കുന്നാക്കിട്ട് വിട്ടൂടെ. വടക്കേരി പള്ളിയിൽ ഇമാമിന് കറാമത്ത് കിട്ടി, ഇയാളെ എയറിലിരിക്കുന്നുണ്ട്, തെളിവ് യൂട്യൂബിൽ വീഡിയോ ഉണ്ട്, ആക്കിക്കൂടെ? പുതിയ കാലം അങ്ങനത്തെ കാലമല്ലേ, എന്തെല്ലാം ആക്കിയിട്ട് ഇവിടെ. അങ്ങനെ പലതും വരും. പലതും വിശ്വസിക്കുന്നവനല്ല ആര്? മുസ്ലിം. ദീനിയായിട്ടോ, ദീനിൽ മുസ്ലിം വിശ്വസിക്കുന്നത് അതുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കുള്ള ഹിജ്റ എന്ന് പറഞ്ഞാൽ ഹയാത്ത് കാലത്താണ്. വഫാത്തിന് ശേഷം മദീനത്ത് ഒന്നാം റസൂലിന്റെ ഖബറുണ്ട്, റസൂലുള്ളാഹിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് റസൂലിന്റെ അടുത്തേക്ക് ഹിജ്റക്ക് പോവാണ്. അതില്ല. മറിച്ച് എന്തിലേക്ക് ഹിജ്റയുണ്ട്? അല്ലാഹുവിലേക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലേക്കും. ഒരു നാട്ടിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തനുസരിച്ച് ജീവിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നില്ല എന്ന് കണ്ടാൽ അസുന്നത്തനുസരിച്ച് നിർഭയത്വത്തോടെ ജീവിക്കാൻ എവിടെ പറ്റുമോ അവിടത്തേക്ക് പോവൽ അയാൾക്ക് നിർബന്ധമാണ്. അപ്പൊ അള്ളാഹിനെ കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിലേക്ക് ഹയാത്ത് കാലത്താണ്. വഫാത്തിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലേക്ക് ഹിജ്റയുണ്ട്. നല്ല നിയ്യത്തോടു കൂടി ആരെങ്കിലും അത് ചെയ്താൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, ഹിജ്റ അള്ളാഹിലേക്ക് തന്നെയാണ്, അള്ളാഹുവിന്റെ റസൂലിലേക്ക് തന്നെയാണ്. അതിന്റെ കൂലി അയാൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്. സുബ്ഹാനല്ലാഹി വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.